ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 18ാം സീസണിലെ കളിച്ച 2 മത്സരങ്ങളിലും തോറ്റു തുടങ്ങിയിരിക്കുകയാണ് മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള രാജസ്ഥാൻ റോയൽസ്. കഴിഞ്ഞ ദിവസം KKR-എതിരായിട്ടുള്ള പോരാട്ടത്തിലും RR 8 വിക്കറ്റിൻ്റെ പരാജയമാണ് നേരിട്ടത്. അതിനു മുമ്പ് SR ചെന്നിട്ടുള്ള തങ്ങളുടെ സീസണിൽ ആദ്യ പോരാട്ടത്തിൽ 44 റൺസിനായിരുന്നു രാജസ്ഥാൻ റോയൽസ് പരാജയം ഏറ്റുവാങ്ങിയത്. സോ അങ്ങനെ കളിച്ച 2 മത്സരങ്ങളിലും പുതിയ സീസണിൽ തോൽവിയോടുകൂടി തുടങ്ങിയിരിക്കുകയാണ് IPL മുൻ പ്രഥമ ചാമ്പ്യന്മാരായിട്ടുള്ള രാജസ്ഥാൻ റോയൽസ്. സോ രാജസ്ഥാൻ റോയൽസിൻ്റെ ഈ സീസണിലെ പതനത്തിന് കാരണം എന്താണ്, അവർക്കിനി കര കയറാൻ എന്തൊക്കെ വഴികളാണുള്ളത്? സോ അങ്ങനെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഒരു കംപ്ലീറ്റ് അനലൈസസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. സോ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. നമുക്കറിയാം, 2008 ഷെയ്ൻ വോണിൻ്റെ കീഴിൽ ഷെയ്ൻ വോണിൻ്റെ ക്യാപ്റ്റൻസിൽ പ്രഥമ IPL കിരീടം നേടിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. പിന്നീട് ഇങ്ങോട്ട് ഒരു സീസണിൽ പോലും കപ്പ് ഉയർത്താൻ സാധിക്കാത്ത പിങ്ക് ആർമിക്ക് പക്ഷേ കഴിഞ്ഞ 2-3 സീസണുകളിൽ വളരെ മികച്ച ടീമും ഇതിനിടയിൽ തന്നെ ഫൈനലിലും പ്ലേ ഓഫിലും ഒക്കെ അടക്കം തുടർച്ചയായി ക്വാളിഫൈ ചെയ്ത ടീം കൂടിയായിരുന്നു രാജസ്ഥാൻ റോയൽസ്. എന്നാൽ ഇത്തവണ IPL-ലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ സീസൺ അടക്കം അവരുടെ ടീമിൽ കളിച്ച ഒരുപാട് മികച്ച താരങ്ങൾ അല്ലെങ്കിൽ ട്രംപ് കാർഡുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാച്ച് വിന്നിങ് എബിലിറ്റി ഉള്ള പ്ലെയേഴ്സിനെ ഒന്നടങ്കം കൈവിട്ട് കളഞ്ഞുകൊണ്ടാണ് ഒരു വമ്പൻ അഴിച്ചുപടം തന്നെയാണ് ഇത്തവണ രാഹുൽ ദ്രാവിഡ് ഹെഡ് കോച്ച് റോളിലേക്ക് വന്നപ്പോൾ രാജസ്ഥാൻ റോയൽസ് നടത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചാമ്പ്യൻ സൈഡിനെ എങ്ങനെ ഒരു ലൂസർ സൈഡാക്കാമെന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ സീസണിലെ രാജസ്ഥാൻ റോയൽസ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിൽ വളരെ മികച്ച ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ്. ജോസ് ബട്ട്ലർ, യുസ്വേന്ദ്ര ചഹൽ, രവിചന്ദ്രൻ അശ്വിൻ, ട്രെന്റ് ബോൾട്ട്, അങ്ങനെ ഒട്ടനവധി മികച്ച മാച്ച് വിന്നിങ് എബിലിറ്റി ഉള്ള താരങ്ങൾ തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിന് കീഴിൽ അണിനിരുന്നത്. അതിൻ്റെ ഗുണവും അവർക്ക് കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള സീസണുകൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നിലധികം തവണ ഫൈനലിന് യോഗ്യത നേടി, പ്ലേ ഓഫിൽ തുടർച്ചയായിട്ട് ക്വാളിഫൈ ചെയ്തു, സെമി പോരാട്ടങ്ങൾക്ക് തുടർച്ചയായി യോഗ്യത നേടിയ ടീം കൂടിയായിരുന്നു RR. എന്നാൽ ഇത്തവണ സീസണിലേക്ക് എത്തുമ്പോൾ കളിച്ച 2 മത്സരങ്ങളിലും തോൽവിയോട് കൂടി തുടങ്ങിയിരിക്കുകയാണ് RR. നമുക്കറിയാം, സ്ഥിരം ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിക്കാത്തതിനാൽ ആദ്യ 2 മത്സരങ്ങളിലും പാർട്ട് ടൈം ക്യാപ്റ്റൻ റിയാൻ പരാഗിനായിരുന്നു RR ക്യാപ്റ്റൻസി ഏൽപ്പിച്ചത്. സോ IPL ചരിത്രത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻസി റെക്കോർഡിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാപ്റ്റൻ ഒരു IPL സീസണിലെ ആദ്യ 2 മത്സരങ്ങളും തോറ്റുകൊണ്ട് തുടങ്ങുന്നത്. സോ ഒരു മോശം റെക്കോർഡിന് റിയാൻ പരാഗ് എന്ന RRൻ്റെ നിലവിലത്തെ പാർട്ട് ടൈം ക്യാപ്റ്റൻ സ്വന്തമാണ്. അപ്പോൾ RRനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത മത്സരം വരാൻ പോകുന്നത് മാർച്ച് 30 ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ്. അതൊരു ഹോം മത്സരമാണ്. ഗുവാഹട്ടിയിലാണ് RR ആ പോരാട്ടം കളിക്കാൻ പോകുന്നത്. സോ തുടർച്ചയായിട്ട് 2ാം ഹോം മത്സരത്തിന് RR എത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും RR മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ RRൻ്റെ ആരാധകർക്കോ ഇനി പ്രതീക്ഷിക്കാൻ ഇല്ല. നമുക്കറിയാം, സീസണിൽ ഇനി അവർക്കൊരു മുന്നോട്ട് പോക്ക് സാധ്യമാകണമെങ്കിൽ അടുത്ത മത്സരത്തിലെങ്കിലും CSK പോലൊരു കരുത്തുറ്റ ടീമിനെ തകർത്തുകൊണ്ട് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തണം. സോ എന്തൊക്കെയാണ് RRൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകൾ? നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മികച്ച താരങ്ങൾ ഉണ്ടായിരുന്ന ഒരു സൈഡിനെ വളരെ പെട്ടെന്ന് ഒരു മോശം സൈഡാക്കി മാറ്റിയ ഒരു ചേഞ്ച് തന്നെയായിരുന്നു രാഹുൽ ദ്രാവിഡിനെ RR ഹെഡ് കോച്ചെ കൊണ്ടുവന്നു. കുമാർ സംഘക്കാരുടെ കീഴിൽ വളരെ മികച്ച ടീമായി പൊക്കോട്ടിരുന്ന രാജസ്ഥാൻ റോയൽസിനെ രാഹുൽ ദ്രാവിഡ് എത്തിയപ്പോൾ ശരിക്കും ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വമ്പൻ മാറ്റങ്ങൾ തന്നെയാണ് നടത്തിയത്. പക്ഷേ ആ മാറ്റങ്ങൾ ഇത്തവണ RRന് കഴിഞ്ഞ 2 മത്സരങ്ങളെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു ദൗർഭാഗ്യകരമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തവണ രാജസ്ഥാൻ റോയൽസ് ഏറ്റവും ഉയർന്ന തുകയ്ക്ക് സ്വന്തമാക്കിയ താരമാണ് ജോഫ്ര ആർച്ചർ. IPL ഓപ്ഷനിൽ 12.5 കോടി രൂപയ്ക്കാണ് തങ്ങളുടെ പഴയ താരത്തെ RR തവണ കൂടാരത്തിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലടക്കം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മുംബൈ ഇന്ത്യൻസ് വാങ്ങിയ താരം പക്ഷേ പരിക്ക് മൂലം IPL കളിച്ചിട്ടുണ്ടായിരുന്നില്ല. നിരന്തരമായി പരിക്ക് വേട്ടയാടുകയും അതോടൊപ്പം തന്നെ തൻ്റെ പഴയ കാലത്തെ ഫോമിലേക്ക് തിരിച്ചെത്താനും സാധിക്കാത്ത ജോഫ്ര ആർച്ചറിനെ വേണ്ടി ഇത്തവണ 12.5 കോടി രൂപയാണ് RR ലേലത്തിൽ ചെലവഴിച്ചത്. അതാകട്ടെ കഴിഞ്ഞ സീസൺ അടക്കം വളരെ മികച്ച രീതിയിൽ അവർക്ക് വേണ്ടി പന്തെറിഞ്ഞ ട്രെന്റ് ബോൾട്ട് എന്ന ന്യൂസിലാൻഡിൻ്റെ സ്റ്റാർ പേസർക്ക് പകരമാണ് ഇത്തവണ ആർച്ചറെ കൊണ്ടുവന്നത്. സോ അതൊരു വല്ലാത്തൊരു പരീക്ഷണം തന്നെയായി പോയിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം, അശ്വിനും ചഹലിനെ 2 മികച്ച ഇന്ത്യൻ സ്പിന്നർമാർക്ക് പകരം വനുദു ഹസറങ്കെ, മഹീഷ് തീക്ഷണയം എന്ന 2 ശ്രീലങ്കൻ സ്പിന്നർമാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാറ്റിംഗ് യൂണിറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ RR നടത്തിയിട്ടില്ല. നിതീഷ് റാണയാണ് ഇത്തവണ RR ബാറ്റിംഗ് യൂണിറ്റിലേക്ക് പ്രധാനമായും സൈൻ ചെയ്ത ഒരു ബാറ്റർ എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ്റെ പേസ് ബോളർ ഫസൽ ഫറൂഖിയെ കൊണ്ടുവന്നു. സൗത്ത് ആഫ്രിക്കൻ യുവതാരം ക്വന മഫാക്ക് അടക്കം രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ആർച്ചറിൻ്റെ കാര്യം നോക്കുക, നമുക്കറിയാം, SRച്ചിനെതിരെ 4 ഓവറുകൾ ബോൾ ചെയ്യുന്ന താരം 76 റൺസാണ് വഴങ്ങിയത്. IPL ചരിത്രത്തിലെ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന റെക്കോർഡും ഇനി ആർച്ചർക്ക് സ്വന്തമാണ്. സോ ഇനി ഈ സീസണിലെ കഴിഞ്ഞ 2 മത്സരങ്ങളിലെ RRൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ നമുക്ക് നിലവിൽ 10ാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ രാജസ്ഥാൻ റോയൽസ്. കഴിഞ്ഞ സീസണിൽ 2 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 2 വിജയിച്ച് പോയിന്റ് ടേബിളിൻ്റെ തലപ്പത്ത് നിന്ന് RR ആണ് ഇത്തവണ പുതിയ സീസണിൽ 10ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ളത്. രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ
ഈ സീസണിൽ ഇതുവരെ കഴിഞ്ഞ 2 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് റൺസ് സ്കോർ ചെയ്തിട്ടുള്ളത് ധ്രുവ് ജൂറലാണ്. 2 മത്സരങ്ങളിൽ നിന്ന് 103 റൺസാണ് താരം നേടിയിട്ടുള്ളത്. 70 അദ്ദേഹത്തിൻ്റെ ഹൈ സ്കോർ. സ്ട്രൈക്ക് റേറ്റ് 163. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 2 മത്സരങ്ങളിൽ 79 റൺസ് നേടിയിട്ടുണ്ട്. 66 ഹൈ സ്കോർ. 164 സ്ട്രൈക്ക് റേറ്റ്. ഷിംറോൺ ഹെറ്റ്മയർ 49. ശുഭം ഡൂബെ ഇമ്പാക്ട് പ്ലെയറായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ കളത്തിലേക്ക് എത്തിയ താരമാണ് ശുഭം ഡൂബെ. പക്ഷേ ആദ്യ മത്സരത്തിൽ മികച്ച ഒരു പ്രകടനം അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ടീമിന് വളരെയേറെ നമുക്കറിയാം. രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ മത്സരത്തിൽ KKRന്റെ സ്പിന്നർമാർക്ക് മേൽ തകർന്നടിഞ്ഞ ഒരു നിമിഷത്തിലായിരുന്നു ഇമ്പാക്ട് പ്ലെയറായിട്ട് ശുഭം ഡൂബെ ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ കിട്ടിയെത്തിയത്. പക്ഷേ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് സാധിച്ചില്ല. യശസ്വി ജയ്സ്വാൾ 30, റിയാൻ പരാഗ് 29, നിതീഷ് റാണ 19 റൺസാണ് ഇതുവരെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുള്ളത്. ഇതിൽ തന്നെ ആറാറിൻ്റെ ബാറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഒരു വലിയ ഡിപ്പ് തന്നെയാണ് അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ സീസണടക്കം വളരെ മികച്ച ഫോമിൽ കളിച്ച ബാറ്റിംഗ് യൂണിറ്റ് ഇത്തവണ കാര്യമായിട്ടുള്ള ഫോമിലേക്ക് എത്തുന്നില്ല. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ ഇറങ്ങിയെങ്കിൽ പോലും 2ാം മത്സരത്തിൽ അദ്ദേഹത്തിന് അത്ര മികച്ച റൺസ് നേടാൻ സാധിച്ചില്ല. 2 മത്സരങ്ങളും ഏതാണ്ട് സ്ഥിരതയാർന്ന പ്രകടനമാണ് ധ്രുവ് ജൂറൽ ആറാറിൻ്റെ മധ്യനിരയിൽ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളും ആറാറ് നയിച്ച റിയാൻ പരാഗ് ആവട്ടെ ഒട്ടും ഒരു സീരിയസ്നെസ് ഇല്ലാത്ത പോലെയാണ് കഴിഞ്ഞ 2 മത്സരങ്ങളും അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വലിച്ചെറിഞ്ഞത്. ഇനി യശസ്വി ജയ്സ്വാളിൻ്റെ കാര്യം നമുക്കറിയാം. കഴിഞ്ഞ IPL അടക്കം വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം തീർത്ത താരമാണ് യശസ്വി ജയ്സ്വാൾ. ആറാറിൻ്റെ ഓപ്പണിങ്ങിലെ കരുത്ത് തന്നെയായിരുന്നു ജയ്സ്വാൾ. ബട്ട്ലർക്കൊപ്പം ഒരുപാട് മികച്ച ഇന്നിങ്സുകൾ അത് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ കഴിഞ്ഞ 2 മത്സരങ്ങളിലും കാര്യമായിട്ടുള്ള രീതിയിൽ റൺസ് സ്കോർ ചെയ്യാൻ ജയ്സ്വാളിന് സാധിച്ചിട്ടില്ല. സോ ജയ്സ്വാളിൻ്റെ ആ ഒരു ബാറ്റിങ്ങിലെ ഡിപ്പ് ശരിക്കും ആറാറിനെ സംബന്ധിച്ച് അവർക്ക് മുന്നോട്ടുള്ള പോക്കിന് പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും. ഇനി നിതീഷ് റാണ, നാം നേരത്തെ പറഞ്ഞ ഈ ഒരു സീസണിൽ ആറാർ പ്രധാനമായി തങ്ങളുടെ ബാറ്റിങ്ങിലേക്ക് കൊണ്ടുവന്ന ഒരേ ഒരു താരം അത് നിതീഷ് റാണയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ താരത്തെ ഇത്തവണ കഴിഞ്ഞ സീസണിൽ KKRന്റെ താരമായിരുന്ന KKRന് വേണ്ടി കപ്പടിച്ച സീസണിൽ കളിക്കാൻ അവസരം കിട്ടിയ മത്സരങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്ത താരമാണ് നിതീഷ് റാണ. ഏറെ പ്രതീക്ഷയോട് കൂടി ഇത്തവണ രാഹുൽ ദ്രാവിഡ് ആറാറിൻ്റെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്ന നിതീഷ് റാണ കഴിഞ്ഞ 2 മത്സരങ്ങളും ഒരു വമ്പൻ പരാജയം തന്നെയായിരുന്നു കളിക്കളത്തിൽ കാഴ്ചവെച്ചത്. 2 മത്സരങ്ങളിലായി 19 റൺസാണ് താരം നേടിയിട്ടുള്ളത്. 11 അദ്ദേഹത്തിൻ്റെ ഹൈ സ്കോർ. സോ നിതീഷ് റാണയും ആ ഒരു ഫോമിലേക്ക് എത്തിയില്ല എങ്കിൽ ആറാറിനെ സംബന്ധിച്ച് മുന്നോട്ടുള്ള പോക്ക് അത് അതികഠിനം തന്നെയായിരിക്കും. പിന്നെ ഷിംറോൺ ഹെറ്റ്മയറിൻ്റെ കാര്യം നമുക്കറിയാം. കഴിഞ്ഞ സീസണിലാണ് ശരിക്കും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് തങ്ങളുടെ മധ്യനിരയിലെ വിശ്വാസമാണ് അത് ഹെറ്റ്മയറാണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ തന്ത്രങ്ങളിൽ പറ്റിയ ഏറ്റവും വലിയൊരു പറ്റ് തന്നെയായിരുന്നു 8ാമനായിട്ടാണ് ഹെറ്റ്മയറെ രാജസ്ഥാൻ റോയൽസ് ബാറ്റിങ്ങിന് അയച്ചത്. നമുക്കറിയാം മധ്യനിരയിൽ 6ാമതോ അല്ലെങ്കിൽ 5ാമതോ ബാറ്റിങ്ങിന് ഇറങ്ങി വെടിക്കെട്ട് തീർക്കാൻ കെൽപ്പുള്ള പ്ലെയറാണ് ഷിംറോൺ ഹെറ്റ്മയർ. സോ അങ്ങനെ ഒരു താരത്തെ 8ാമനായിട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിങ് വമ്പൻ പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടത്തിൽ KKRനെതിരെ രാജസ്ഥാൻ റോയൽസ് കളിക്കളത്തിലേക്ക് ഇറക്കിയത്. സോ ഹെറ്റ്മയർക്ക് പകരം ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ കിട്ടി. വനുദു ഹസ്രംഗയായിരുന്നു രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ദിവസം ബാറ്റിങ്ങിന് അയച്ചത്. പക്ഷേ അത് ഹസ്രംഗയ്ക്കും കാര്യമായിട്ട് റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ഇനി രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും തലവേദന ഉള്ള ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ ഇത്തവണ ആറാറിന് വേണ്ടി കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം അത് തുഷാർ ദേശ്പാണ്ഡെയാണ്. 2 മത്സരങ്ങളിൽ നിന്നായി 3 വിക്കറ്റാണ് അത് സ്വന്തമാക്കിയിട്ടുള്ളത്. മഹേഷ് തീക്ഷണ 2, സന്ദീപ് ശർമ്മ, വനുദു ഹസ്രംഗ് എന്നിവർ ഓരോ വിക്കറ്റും ഇതും നേടിയപ്പോൾ ആറാറ് തവണ കോടുകൾ എറിഞ്ഞു കൊണ്ടുവന്ന അവരുടെ മെയിൻ ബോളർ ജോഫ്ര ആർച്ചർക്ക് വിക്കറ്റൊന്നും നേടാൻ സാധിച്ചിട്ടുമില്ല. സോ കഴിഞ്ഞ 2 മത്സരത്തിലും ഒരു വിക്കറ്റ് പോലും ആർച്ചർക്ക് ഇതുവരെ ആർ ജേഴ്സിയിൽ തൻ്റെ മടങ്ങിവരവ് സീസണിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ആറാറിൻ്റെ താരങ്ങൾ ആറാറ് ബൗളേഴ്സിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള എക്കോണമി റേറ്റ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശമല്ല അവരുടെ പ്രധാനപ്പെട്ട എല്ലാ ബൗളേഴ്സിനെയും എക്കോണമി റേറ്റ് 10ന് മുകളിലാണ്. നമുക്കത് T20 മത്സരത്തിൽ ഒരു ബോളറുടെ എക്കോണമി 10ന് മുകളിൽ വരികയെന്ന് പറഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും വമ്പൻ അടിക്കാറുള്ള എതിർ ടീമുകൾ ഒക്കെ ഓപ്പണൻ്റായിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വമ്പൻ സ്കോർ തന്നെ പിറക്കേണ്ടി വരും. അത് നമ്മൾ ആദ്യ മത്സരത്തിൽ തന്നെ കണ്ടതായിരുന്നു. SRജിനെതിരെ 286 റൺസാണ് ആറാറ് വഴങ്ങിയത്. ഇനി ഏറ്റവും പ്രധാനം ആർച്ചറുടെ ബോളിംഗ് എക്കോണമി നോക്കുകയാണെങ്കിൽ അത് 16 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. കാരണം ആർ ജേഴ്സിയിൽ തൻ്റെ മടങ്ങി വരവ് സീസൺ ഏറെ പ്രതീക്ഷയോട് കൂടി ആർ കൊണ്ടുവന്ന താരം. പക്ഷേ എക്കോണമി റേറ്റിൽ പോലും അത് ഒരുപാട് മോശം സ്ഥിതിയിലേക്ക് ആർച്ചർ പോയിരിക്കുകയാണ്. നമുക്കറിയാം തിരിച്ചു വരാൻ കെൽപ്പുള്ള പ്ലെയർ തന്നെയാണ് ജോഫ്ര ആർച്ചർ. ഒരു കാലത്ത് എല്ലാ ബാറ്റേഴ്സിനും ഒരുപോലെ തന്നെ പേടി സ്വപ്നം പറയുന്ന ജോഫ്ര ആർച്ചർ. പക്ഷേ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം ഏറെ ഒരു ഡിപ്പിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ IPL ഓപ്ഷനിൽ തന്നെ ഏതാണ്ട് 1ലധികം പ്ലെയേഴ്സിനെ മികച്ച ഫോറിൻ പേസ് ബോളേഴ്സിനെ കുറഞ്ഞ ബഡ്ജറ്റിൽ ആറാറിന് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. എസ്പെഷ്യലി
ജോഷ് ഹേസൽവുഡ് അടക്കമുള്ള താരങ്ങളെ ഒരു പക്ഷേ RR ഒന്ന് ട്രൈ ചെയ്യുകയായിരുന്നെങ്കിൽ അവർക്ക് ലോ ബഡ്ജറ്റിൽ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നും തയ്യാറാവാതെ ജോഫ്ര ആർച്ചർക്ക് വേണ്ടി മാത്രം ഏതാണ്ട് 12.5 കോടിയോളം രൂപ മുടക്കി അദ്ദേഹത്തെ കൊണ്ടുവരിക. എന്നാൽ പക്ഷേ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള സംഭാവനകൾ RRൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ചെയ്യാൻ സാധിക്കുന്നില്ല. ശരിക്കും എല്ലാം കൂടെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അത് 2 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഒരു അവരുടെ കിരീട പ്രതീക്ഷയ്ക്ക് അത് മങ്ങലേൽപ്പിക്കുന്നതാണ്. സോ എന്നിരുന്നാലും തിരിച്ചു വരട്ടെ സഞ്ജു സാംസൻ്റെ സംഘം. ക്യാപ്റ്റൻസി റോളിലേക്ക് സഞ്ജു അടുത്ത മത്സരത്തിൽ മടങ്ങിയെത്താൻ പോവുകയാണ്. CSKക്കെതിരെ അദ്ദേഹം RRൻ്റെ സ്ഥിരം ക്യാപ്റ്റൻസിയിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കാം രാജസ്ഥാൻ റോയൽസിൻ്റെ ആ ഒരു തിരിച്ച് വരവിന് വേണ്ടി. നമുക്ക് ഓർക്കണം 2008 അത്ര മികച്ച അല്ലെങ്കിൽ കടലാസിൽ അത്ര കരുത്തരല്ലാഞ്ഞിട്ട് പോലും ഷെയ്ൻ വോണിൻ്റെ കീഴിൽ കപ്പ് നേടിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. സോ ഇത്തവണ അത്ര കരുത്തുള്ള ടീമല്ല ഒറ്റനോട്ടത്തിൽ RR എങ്കിൽ എന്ന് പറയുമ്പോൾ പോലും കപ്പടിക്കാൻ വേണ്ടുന്ന ചേരുവകളൊക്കെ അവർക്ക് നേടാൻ സാധിക്കും. കാരണം ക്യാപ്റ്റൻസി റോളിൽ സഞ്ജു സാംസണും ഹെഡ് കോച്ചായിട്ട് ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് നേടിത്തന്ന ലെജൻഡറി പ്ലെയർ RRൻ്റെ മുൻ താരം കൂടിയായിട്ടുള്ള രാഹുൽ ദ്രാവിഡും ചേരുമ്പോൾ RRനെ സംബന്ധിച്ച് അത് കിരീട പ്രതീക്ഷകൾക്കൊന്ന് ഊട്ടി ഉറപ്പിക്കാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മിക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.